അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൽക്രമത്തെ നമ്മൾ ചെറുതാക്കി കാണരുത്. എല്ലാ അമലുകളും ചിലപ്പോൾ നമ്മളെ ലെങ്സ് വെച്ച് നോക്കുമ്പോൾ അത് ഒരു ചെറിയ അമലായിട്ട് തോന്നാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ലെങ്സ് വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ അമലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിയ്യത്ത് മുഖാന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം അത് സ്വീകരിക്കപ്പെടാം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടി ഏതൊരു അമൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ഈ അമൽ കാരണമാണ് ഞാൻ നരകത്തു നിന്ന് മോചനപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ള നിയ്യത്ത് വെക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, ഈ നമ്മളെന്തെങ്കിലും വേറെ തിന്മ ചെയ്യുകയാണെങ്കിൽ ആ തിന്മ കാരണമാണ് ഈ തിന്മ കാരണമാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് നരകത്ത് പോകണം എന്നുള്ള ഒരു ടെൻഡൻസി വെച്ചാൽ മതി. നമുക്ക് കുറേ അമലുകൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടും. അതുപോലെ തന്നെയാണ് ഒരു അമലിൽ നമ്മൾ ചെറുതാക്കി കാണുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരാളോട് ചിരിക്കുന്നതാവും. ആ ചിരിക്കുന്നത് ചിലപ്പോൾ നമുക്കൊരു ചെറിയൊരു അമലാണെങ്കിലും ഒരു നല്ലൊരു വലിയ പ്രവർത്തനമാണ് ഇസ്ലാമിൽ. അപ്പോൾ ഒരാളോട് ചിരിക്കുക, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നിന്ന് എന്തെങ്കിലും ഉള്ളൊരു നൂലോ ബാക്കിയുള്ള എന്തെങ്കിലും സാധനം നമ്മളവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ പോക്കറ്റിൽ ഇട്ട് ആരും കാണാതെ നമ്മൾ എടുത്ത് ഒഴിവാക്കണമാവുക, അല്ലെങ്കിൽ നമ്മൾ വഴിയിലുണ്ടാവണ റോഡുമേലുണ്ടാവണ എന്തെങ്കിലും ഒരു തടസ്സം നമ്മൾ നീക്കണം, എന്തെങ്കിലും ചെറിയൊരു കാര്യം നമ്മൾ മൈന്യൂട്ട് കാര്യങ്ങൾ അതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആര് ഒരു അണുമണി തൂക്കം നന്മ ചെയ്തുവോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കാണിക്കും, അത് അവൻ കാണുന്നതാണ്. അപ്പോൾ വേറൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സൂറത്തുൽ അംബിയായിലെ 47-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, വ ഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ. ഒരു കടുകുമണി, ഒന്നുപാടെ സ്പെസിഫിക് ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കടുകുമണി എന്ന് പറയുന്നുണ്ട്. കടുകുമണി പറഞ്ഞാൽ എത്ര മൈന്യൂട്ട് സാധനമാണ്. ആ കടുകുമണി എന്ന് പറയുമ്പോൾ 0.0 അതിൻ്റെ വെയിറ്റൊക്കെ നോക്കുകയാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് സാധനമാണെങ്കിലും അതിൻ്റെ വ്യാപ്തിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും നമ്മൾ നോക്കിയാൽ ഒരു 0.02 to 0.03 മില്ലിഗ്രാമൊക്കെയാണ് ഒറ്റൊന്നിൻ്റെ. ഒരു പാക്കറ്റൊക്കെ 15 റുപ്യ. നമ്മൾ വേറൊരു തലം നോക്കുമ്പോഴൊക്കെ കേട്ടോ. അപ്പോൾ ആ 15 റുപ്യ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു മൈന്യൂട്ട് സാധനത്തിൻ്റെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ 1 രൂപയെങ്കിലും ഒരാൾക്ക് നമ്മൾ ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം എത്ര ആവും നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അത്രയും അത് തന്നെ വേറൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൻ്റെ ആശയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ വെച്ചാൽ എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് 2 മലക്കുകൾ ഈ ഭൂമിയിലേക്ക് വരും. എന്നിട്ട് ഒരു മലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കും, എന്താണ്, നീ ഇന്ന് എന്താ പറയുക ചെലവഴിച്ചവന് ഈ രാവിലെ ഈ എല്ലാ ദിവസവും രാവിലെ ഈ ചെലവഴിച്ചവന് നീ ഇതിന് പകരം നൽകണമേ. ഇത് പിടിച്ചു വെച്ചവന് അഥവാ ചെലവഴിക്കാതെ ഇത് കൊടുക്കാത്തവന് നീ പിശുക്ക് കാണിക്കുന്നവന് നീ നാശം ഉണ്ടാകണമെന്ന് ആ 2 മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കഴിയണ അത്ര 1 രൂപയെങ്കിൽ 1 രൂപ നമ്മളൊരു ഭരണിയിലോ ബാക്കിയുള്ളതിലോ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ട് അത് നമ്മൾ ഇട്ടാൽ നമുക്കൊരു നല്ലൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആവും. അതെന്താ വെച്ചാൽ നമ്മളെ കണ്ണിന് നമ്മളെ ഇടുന്ന സാധനം 1 രൂപ ആണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വേറൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഹദീസിൻ്റെ ആശയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളൊരു നന്മയ്ക്ക് 70 to 700 ഇരട്ടി വരെ അതിൻ്റെ നന്മത്തിൻ്റെ പ്രതിഫലം പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന 1 രൂപ ആണെങ്കിൽ അത് 700 വരെ നമ്മൾ നിയത്തി നമ്മൾ അതിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുകയാണെങ്കിൽ അത്രയും ഡെപ്തിൽ പോകും. നമ്മളിപ്പോൾ 1 രൂപ എന്ന് പറഞ്ഞിട്ട് 1 രൂപക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വില കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ എല്ലാ ഇബാദത്തുകളെയും നമ്മൾ ചെറുതാക്കി കാണാതെ എല്ലാ ഇബാദത്തുകളെയും നമ്മൾ ഇത് കാരണം ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്നുള്ള രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.